ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കാനിടയായ സംഭവത്തിൽ CPM നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരം എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ ഉയരുകയാണ്. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ മുഖം രക്ഷിക്കാൻ LDF ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആശുപത്രിക്കെതിരായ പരാതികളിൽ ആരോഗ്യ വകുപ്പിനും സർക്കാരിനും എതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രേഷ്മ ബാബു ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുക. രേഷ്മ, ഇന്ന് അടിയന്തര യോഗം ഈ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിനെക്കുറിച്ചാണ് പ്രശാന്ത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആലപ്പുഴയുടെ സാഹചര്യം മാത്രം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്കറിയാം, കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം 2 രോഗികളാണ് മരിച്ചത്. ഇതിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ ഷിബിനയും അതോടൊപ്പം തന്നെ 70 വയസ്സുകാരിയായിട്ടുള്ള ഉമൈബയും കടുത്ത പാർട്ടി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള പരാതി ഉയരുന്നത് അത് വലിയ രീതിയിൽ CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇതിനെതിരെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ശ്രമമാണ് CPM-ന്റെ ഭാഗത്തു നിന്നാണ് നിലവിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയ സാഹചര്യമുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സമരം നടത്തിയത്. കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, MLA ഉന്നയിച്ച ഒരു ആരോപണം അല്ലെങ്കിൽ ഈ കുറ്റങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും മേൽ പഴിയായിട്ട് ചാരാനായിട്ടുള്ള ഒരു ശ്രമമാണ് MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BJP-യുടെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ME ഗോപകുമാർ ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. MLA അടങ്ങുന്ന ഒരു സംഘം മാഫിയ ആണ് നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ പിഴവ് അടക്കമുള്ള കാര്യങ്ങളിൽ CPM-നെ രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനുള്ള കാരണം ഇത് തന്നെയാണെന്നാണ് BJP ആരോപിക്കുന്ന ആരോപണം. നേരത്തെ തന്നെ ഈ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച് ഈ രണ്ട് കേസുകളിലും അന്വേഷണം റിപ്പോർട്ടടക്കം വന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ പരിഹാരം എന്നുള്ള രീതിയിൽ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിബിനയ്ക്ക് ശേഷം ഉമൈബയ്ക്കും ഇത്തരത്തിൽ ചികിത്സാ പിഴവിലൂടെ അന്ത്യം സംഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ പരാതികൾ ഉയരുന്ന പക്ഷം വലിയ രീതിയിൽ അന്വേഷണം നടത്താനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആഭ്യന്തര തലത്തിലുള്ള ഒരു അന്വേഷണം അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ തലത്തിലുള്ള അന്വേഷണമാണ് പ്രഖ്യാപിക്കുന്നത്. അടിക്കടി റിപ്പോർട്ടുകളും ഫയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ വെളിച്ചം കാണാത്ത ഒരു സാഹചര്യം. ആ റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ട് ഈ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ വെറും പ്രഹസനമാണ് എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും മാത്രമല്ല, മറിച്ച് കൃത്യമായിട്ട് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള ഭരണസ്തംഭനമുണ്ട് അല്ലെങ്കിൽ കെടുകാര്യസ്ഥത ഉണ്ട് എന്നുള്ള ആക്ഷേപമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഉണ്ടായ ഈ 2 മരണങ്ങളും അല്ലെങ്കിൽ 2 ചികിത്സാ പിഴവുകളും സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അനു.